ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൻ്റെ ഒരു മെയിൽ കണ്ടു. ഫെബ്രുവരിയിൽ 12-ന് ഫെബ്രുവരിയിൽ എൻ്റെ വരുമാനം കാലഹരണപ്പെട്ടു എന്നും പറഞ്ഞിട്ടുണ്ട്. 1.40 എന്നുള്ളൊരു വരുമാനവും കാണുന്നുണ്ട്. ഫെബ്രുവരി കഴിഞ്ഞിട്ട് ഇപ്പം മാസം എത്രയായല്ലേ? അപ്പോൾ ഇനി അടുത്ത ഫെബ്രുവരി വരാൻ പോവുകയാണ്. 1 മാസം 2 മാസം കൂടെ കഴിഞ്ഞാൽ, 1 മാസം കൂടെ കഴിഞ്ഞാൽ അപ്പോഴും എൻ്റെ മോണിറ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ, വരുമാനം നോക്കിക്കഴിഞ്ഞാൽ 1.40. അത് കൂടി വന്നാൽ ഒരു 88 12 ഒരു 100-120 രൂപ കാണുമായിരിക്കണം. അത് കാലഹരണപ്പെട്ടു എന്ന് പറയുന്നത്. എന്നാൽ മോണിറ്റേഷൻ ഞാൻ എല്ലാ അതിൻ്റെ നികുതി ആണ് ശരിയാകാതെ കിടക്കുന്നത് ഇതിനകത്ത് കാണുന്നത്. ഞാൻ അതിൻ്റെ നികുതിയെല്ലാം ശരിക്കും ആക്കി കൊടുത്തിട്ടുള്ളതുമാണ്, ചെയ്യേണ്ടതുപോലെയൊക്കെ ചെയ്ത് കൊടുത്തിട്ട്. ഇനി അത് എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതിനറിയാവുന്നവരെ തേടി ഇവിടെ ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ വരുമാനം മേടിക്കുന്നവരാരാ ഉള്ളതെന്നൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ലാത്തതുകൊണ്ട് അവരെ എവിടെയാണെന്ന് അന്വേഷിച്ച് തേടി. അല്ലാത്തവരെയൊക്കെ ഫേസ്ബുക്കിലുള്ളവരെയൊക്കെ അറിയാം ചിലരെയൊക്കെ. പക്ഷെ അവരൊക്കെ എവിടെയാണെന്ന് ഓർത്തുകൊണ്ടൊക്കെ അവരൊക്കെ വീഡിയോ ഒക്കെ ഇടുന്നത് ദുബായിലും എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെ ഇരുന്നാണ്, കണ്ണൂരൊക്കെ ഇടുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി അവരെയൊക്കെ കണ്ടുപിടിച്ച് ഇതൊക്കെ ചെയ്യാനുള്ള ഒരു ആരോഗ്യസ്ഥിതിയൊന്നും എനിക്കില്ല. അതും കിട്ടുന്നത് എത്രയാണ്? ഈ ഒരു പോസ്റ്റ് ഇട്ടാൽ 80 പൈസയോ ഒക്കെ ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് തേടിപ്പോകണം. വലിയ വരുമാനമുള്ളവർക്കൊക്കെ ആണെങ്കിൽ പറ്റും ഇങ്ങനെ തേടിപ്പോകാനൊരു യാത്രയായി, കുറച്ച് വീഡിയോയായി. എനിക്ക് അതൊന്നും സാധിക്കുന്നത് എന്നാൽ ആരോഗ്യമില്ല, രണ്ടാമത് അതിനുള്ള കാശുമില്ല. വണ്ടിക്കൂലി വേണ്ട ഇവിടെ കൂടുതലും. അതൊന്നും നമ്മുടെ പക്കലില്ലാത്തതുകൊണ്ട് അത് ഞാൻ അങ്ങോട്ടേക്ക് എന്താണെന്ന് വെച്ചാൽ ഫേസ്ബുക്കിൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. അത് കണ്ടാൽ മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ മനസ്സിലാകട്ടെ. ഈ ഫേസ്ബുക്ക് എന്താ അങ്ങനെ ചെയ്യുന്നത്? ഫേസ്ബുക്കിൻ്റെ ആണോ അതോ ഇനി ഫേസ്ബുക്കിനുള്ളിൽ ഈ ഫോമിലേക്ക് പേജിലേക്ക് മോണിറ്റേഷൻ പേജിലേക്ക് ആരെങ്കിലും കടന്ന് കയറിയിട്ടുള്ളതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ സക്സസ്ഫുൾ ആയതാണ്, വരുമാനങ്ങളൊക്കെ റെഡി ആയിട്ടാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ഇത് പിന്നെ എങ്ങനെ വരുന്നു എന്നാണ് എനിക്കറിയാത്തത്. കാരണം അത് ഒരു 5-6 മാസം മുമ്പേ റെഡിയായെന്നാണ് ഞാൻ ഇങ്ങനെ ചെയ്തു വെച്ച്. പലപ്പോഴും എനിക്ക് ഒത്തിരി പോരായ്മകളൊക്കെ വന്നത് റെഡിയായി എന്ന് ഫേസ്ബുക്ക് തന്നെ അവിടെ തന്നെ കാണിച്ചിട്ടുണ്ട്, സക്സസ്ഫുള്ളായിട്ടാണെന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പം ഇതെന്താണെന്നുള്ളത് ഇതിനകത്തും ഇതുപോലെ വ്യാജന്മാർ കയറുമായിരിക്കണം അല്ലേ? അങ്ങനെയാണോ എന്നും അറിയത്തില്ല. ഇനി അത് ഫേസ്ബുക്കിൻ്റെ തന്നെയാണോ എന്നും അറിയത്തില്ല. അപ്പോൾ ഒരിക്കലും ഇതെല്ലാം ടാക്സ് എല്ലാം ക്ലിയറാക്കി കൊടുത്തതാണ്. പിന്നെ ഇനി എന്താ, എനിക്കാണെങ്കിൽ ടാക്സ് ഇല്ലെങ്കിലും ആ ഫോം ഫില്ല് ചെയ്യാതിരിക്കാനായില്ലോ. അപ്പോൾ അതിന് ചെയ്തു കൊടുത്തു. നമുക്ക് അതിൻ്റെ നിയമങ്ങളനുസരിച്ചല്ലേ പറ്റുള്ളൂ. അവർ തരുന്നതല്ല, നമുക്ക് ഇഷ്ടാനുസരിച്ച് കേട്ട് മേടിക്കാവുന്നതല്ല. തന്നാൽ മേടിക്കാം, കിട്ടിയാൽ കിട്ടട്ടല്ലേ. അപ്പോൾ ഈ 1, 2 മറ്റേ 0.40 എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതൊരു കൂടി വന്നു കഴിഞ്ഞാൽ 100, 140 രൂപയൊക്കെ കാണുമായിരിക്കും. അല്ലെ 200, 8, 16, 200 രൂപ കഷ്ടിയൊക്കെ കാണുമായിരിക്കും. അപ്പോൾ അതാണ് ഈ വരുമാനം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇത് കിട്ടണേലോ, ഇനിയിപ്പോൾ ഇത് പൂർത്തീകരിച്ച് കിട്ടണേലോ ഒരു 12 മാസം കൊണ്ടൊന്നും ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 25 വേണ്ട. 25 ഒരു മാസം ആ ഒരു എസ് വരെ 0.0 പോലും ഓരോ ദിവസവും കിട്ടിയാൽ തന്നെ 30 ദിവസം കൊണ്ട് 30 കിട്ടുമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുമില്ലല്ലോ. ചിലതിന് നമുക്ക് കിട്ടിക്കോടുന്നുമില്ല ഒന്നും. കാരണം അതിൻ്റെ ഉള്ളടക്കമൊക്കെ നോക്കിയിട്ടാണ് ഫേസ്ബുക്ക് ചെയ്യുന്നത്. അത് തന്നെയല്ല, അതിൻ്റെ ഉള്ളടക്കം മാത്രമല്ല, അതിനകത്തേക്ക് ഫേസ്ബുക്കിൻ്റെ നിയമത്തിന് അപ്പുറത്തേക്ക് പോകുന്ന ചില വാക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഫേസ്ബുക്ക് മറ്റുള്ളവർക്ക് ഉപദ്രവമൊന്നും അല്ലെങ്കിൽ അത് അതിൻ്റെ മോണിറ്റേഷനൊന്നും ഇടുന്നില്ലെന്നേ ഉള്ളൂ. ഉപദ്രവമാണെങ്കിൽ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്ന രീതിയിലൊക്കെ ആണെങ്കിൽ നമ്മുടെ പേജ് തന്നെ അവർ
പൂട്ടിക്കെട്ടി വെക്കുമെന്ന് വെക്കാം. ഇത് അത്ര ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അത് അവരങ്ങ് നമുക്ക് വരുമാനം തരാതെ ഒക്കെ ഇരിക്കുന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു വരുമാനം എന്നൊക്കെ പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ അതുപോലുള്ള വീഡിയോകളൊക്കെ ചെയ്യും. പുറത്തൊക്കെ പോയി വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് സപ്പോർട്ടിന് നമുക്ക് കൂടെ ഒരാളൊക്കെ ഉണ്ടാകണം. അല്ലാതെ ഒറ്റയ്ക്ക് പോയിട്ട് എന്തെങ്കിലും വീഡിയോ ചെയ്യാൻ പറ്റുമോ? അല്ലെ പിന്നെ യാത്രാ വിവരണങ്ങളൊക്കെ വലിയയിടത്തൊക്കെ യാത്ര പോകാനൊരു ആരോഗ്യരിക്കില്ല. പിന്നെ പ്രദേശത്തൊക്കെ ആണെങ്കിൽ ഒന്ന് പോകാം. അതിപ്പോൾ ഒരു ഫേസ്ബുക്കിൻ്റെ വരുമാനമൊക്കെ കിട്ടി കഴിഞ്ഞ് ഒരു മൊബൈലൊക്കെ മേടിച്ചിട്ട് വേണം. ഈ മൊബൈലിൽ തന്നെ ഒരു കുറേ പഴക്കമുള്ളൊരു മൊബൈൽ ആയതുകൊണ്ട് അതിൽ തന്നെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ ആകുന്നില്ല. എപ്പോഴും അത് അറിഞ്ഞു ഇത് അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലിയർ ചെയ്യാനേ നേരമുള്ളൂ. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന എവിടെയെങ്കിലും ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അത് സേവ് ആയിക്കോളൊന്നുമില്ല. അങ്ങനെയൊക്കെ വരുന്ന ഒരു പ്രശ്നമുണ്ട് മൊബൈലിൽ. അപ്പോൾ ഒരു മൊബൈലൊക്കെ മേടിക്കണം, നല്ലൊരു എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റിയ മൊബൈൽ. അപ്പോൾ എങ്കിലേ നമുക്കതൊക്കെ ഒരു എഡിറ്റിങ് അറിയത്തില്ലെങ്കിലും അറിയാവുന്നപോലെ ഇപ്പോൾ ഏതെങ്കിലും ആപ്പുകളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ആ ആപ്പുകളിലൂടെയൊക്കെ കയറി കുറേയൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യണമെങ്കിൽ അതിന് പറ്റിയൊരു മൊബൈലായിരിക്കണം. അപ്പോൾ അതിന് മൊബൈലില്ല. മൊബൈലുണ്ട്, അതിൽ എല്ലാ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ അതിൽ വേറെ ഡ്യൂപ്ലിക്കേറ്റ് ആപ്പുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയത്തുമില്ല. അത് ഞാൻ പരീക്ഷിക്കുന്നുമില്ല അങ്ങനെയൊന്നും. കാരണം അത്രയ്ക്കൊന്നും ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മൊബൈലിൽ എന്തെങ്കിലുമൊക്കെ വൈറസ് കയറിക്കൂടും. പിന്നെ അതിൻ്റെ നേരത്തെയൊക്കെ അങ്ങനെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. റീഫാക്ട് ഒക്കെ ചെയ്ത് പിന്നെ ഇതൊക്കെ ഒന്ന് തിരിച്ചെടുക്കാൻ വേണ്ടിയൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ കൊടുക്കുന്നത് ഇപ്പോൾ കൃത്യമായി നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന പാസ്വേഡുകളൊക്കെ കൊടുത്താലും വീണ്ടും വീണ്ടും പാസ്വേഡ് തെറ്റുന്നൊക്കെ അങ്ങനെ മടുത്തു പോയിട്ടുണ്ട് ചിലപ്പോഴൊക്കെ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിയായ രീതിയിലുള്ള ഒരു സിഗ്നൽ, അതായത് സ്പീഡ്, നെറ്റിൻ്റെ സ്പീഡ് കിട്ടാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അത് ക്ലിയർ ആകുന്നില്ല, തെറ്റ് സംഭവിച്ചത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും ചെയ്താൽ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ ഈ പേ ഔട്ടിൻ്റെ ഇത് ചെയ്യുമ്പോഴും പറ്റുന്നത്. അത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും ഇത് പോരാത്തതുകൊണ്ട്. നമുക്ക് നെറ്റ് ഇപ്പം വൈഫൈ ഉണ്ടെങ്കിലും വൈഫൈ അത്രയും അങ്ങോട്ട് പോരാ. ചിലപ്പോൾ 19 അപ്ലോഡും ഡൗൺലോഡും ഒക്കെ 19ഉം 18ഉം ഒക്കെ ചിലപ്പോൾ കാണിക്കും സ്പീഡ്. അത് ചില സമയത്ത് 15ഉം 16ഉം ഒക്കെ ആയിരിക്കും കാണിക്കുന്നത്. ചില സമയത്ത് അത് കണ്ണടച്ചു പോയിരിക്കും. അതിപ്പോൾ കെ ഫോണാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതിനും ഇതുപോലുള്ള പോരായ്മകൾ വരുന്നുണ്ട് പലപ്പോഴും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പോലെയല്ല കേട്ടോ, ഒരു കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചപ്പോൾ അവർ കോൾ എടുക്കുന്നുണ്ട്. കോൾ എടുക്കാൻ അതിൻ്റെ നമ്പറൊക്കെ അവർ തന്നിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ കസ്റ്റമർ കെയറിലേക്ക് നമുക്ക് പോരായ്മ ഉണ്ടെങ്കിൽ വിളിക്കാം. പിന്നെ എപ്പോഴും അവരെയൊക്കെ വിളിച്ച് ശല്യം ചെയ്യണ്ടല്ലോ എന്ന് നിർത്തിയാൽ ചിലപ്പോഴൊക്കെ ഇച്ചിരി നെറ്റ് സ്പീഡ് കുറവാണേലും അത് അങ്ങനെ ഇരിക്കട്ടെ. കാരണം അതൊക്കെ സംഭവിക്കാവുന്നതാണ്. എന്നാൽ ചില സമയത്ത് നെറ്റ് കണക്ഷൻ ഇല്ല എന്ന് കാണിക്കും. അങ്ങനെയൊക്കെ ആണെങ്കിലേ അവരെ വിളിക്കുള്ളൂ. അത് കുറച്ച് നേരം കൊണ്ടൊക്കെ ചിലപ്പോൾ പരിഹരിക്കാനും ഉണ്ട്. എന്നാലും കാക്കും 2-3 മണിക്കൂറൊക്കെ കാത്തിരുന്നിട്ടേ ഞാൻ കിട്ടിയില്ലെങ്കിൽ പിന്നെ ക്ലിയർ ആകുന്നില്ലെങ്കിൽ വിളിക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഇതിനുണ്ട്. മറ്റുള്ള പോലെ അല്ല, നമുക്കിതിനെ വിളിക്കാനുള്ളൊരു സൗകര്യം അതിനകത്തുണ്ട്. അതിൻ്റെ ഒരു നമ്പറൊക്കെ അവർ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കെ ഫോണിൻ്റെ ഇത് മോശം എന്ന് പറയത്തില്ല. 20 MBS ഒരു സ്പീഡൊക്കെയാണ്. കുറഞ്ഞ ചാർജേ ഉള്ളൂ. ടാക്സ് അടക്കം 353 രൂപയേ ഉള്ളൂ. നഷ്ടമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഈ BSNL ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് അന്നേരം റീചാർജിന് മാത്രം, സിം നിലനിർത്താൻ വേണ്ടി മാത്രമുള്ള റീചാർജാക്കി. അപ്പോൾ അതിലും 2-3 GB കിട്ടും നെറ്റ്. പക്ഷേ അത് കിട്ടിയാലും അത്രയ്ക്ക് നല്ല സ്ഥലത്ത് പോയാലും നമുക്കിപ്പോൾ വീട്ടിലൊന്നും അവർ തരുന്നില്ല. 4G ആണ് അവർ ഇവിടെ ആക്കിയ. എന്തൊക്കെയാണ് മാറ്റം വരുത്തി. 4G നേരത്തെ തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. എനിക്ക് 2-3-4-5 വർഷമായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു 4G. ഒരു സിം എനിക്ക് ഒരു മേളയിൽ പുൽപ്പള്ളി വെച്ച് കൊടുത്ത ഒരു BSNL മേളയിൽ ഒരു സിം തന്നതിൽ അത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നത്. അത് പരീക്ഷണാടിസ്ഥാനത്തിൽ അവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അന്ന് കിട്ടിക്കൊണ്ട് ഇപ്പോൾ അവരതൊക്കെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഇല്ലാണ്ടായത്. BSNLകാരുടെ
സ്പീഡ്, നെറ്റിൻ്റെ സ്പീഡ് ഇല്ലാണ്ടായിരിക്കുന്നു വീട്ടിൽ. പിന്നെ അതെന്നാലും എനിക്കിപ്പോൾ ഇടയിലൊക്കെ ആരെയും വിളിക്കാറൊന്നുമില്ല കേട്ടോ. 200 മിനിറ്റൊക്കെ വിളിക്കാവുന്ന ഉണ്ട്. ഞാൻ അങ്ങനെ അപൂർവമായിട്ടേ വിളിക്കാറുള്ളൂ. 1-2 പേര് യാദൃശ്യമായിട്ടൊക്കെ വിളിച്ചാലേ ഉള്ളൂ. അപ്പോൾ കോളുകളും കുറവാണ്. പിന്നെ റീചാർജ് ചെയ്യുന്നുണ്ടെന്ന് മാത്രം. കാരണം അത് നമുക്ക് നമ്പർ നഷ്ടപ്പെടാതിരിക്കുള്ളൂ, എല്ലായിടത്തും കൊടുത്തേക്കുന്ന നമ്പറല്ലേ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ഫേസ്ബുക്കിലേക്കോ അല്ലെങ്കിൽ യൂട്യൂബിലേക്കൊക്കെ നമ്മളൊരു വീഡിയോ എടുത്തിടുമ്പോൾ അതിങ്ങനെ തെറ്റ് ആണെന്നുള്ളത് കാണിച്ചുകൊണ്ടിരിക്കും. അത് ഈ നെറ്റിൻ്റെ സ്പീഡിൻ്റെ കുറവായിരിക്കാനാണ് സാധ്യത. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ആ മോണിറ്റേഷൻ, അതായത് നികുതി ക്ലിയർ ചെയ്ത് കൊടുക്കാൻ അവരിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് സംഭവിക്കുന്നതാണ്, എങ്ങനെ വരുന്നതാണ്, മെറ്റായുടെ ആണെന്നാണ് കാണിക്കുന്നത്. അതിനകത്തേക്ക് എനിക്ക് വന്ന ഇമെയിലാണെങ്കിലും മെറ്റ എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു മെസ്സേജൊക്കെ മെറ്റ അയക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം എന്തായാലും അത് എന്തേലും ആട്ടെ, അത് കിട്ടിയാൽ കേട്ടിട്ടില്ല. അപ്പോൾ ഇതിനു വേണ്ടി അറിയാത്ത കാര്യം എങ്ങനെയാണ് ചെയ്യുന്നത്? പിന്നെ ഇതിനു വേണ്ടി അന്വേഷിച്ച് പോകാനൊന്നും എനിക്കുള്ള ആരോഗ്യവുമില്ല. ഫേസ്ബുക്കിന് സന്മാനസുണ്ട്, തരട്ടെ എന്ന് വെച്ച്.